ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടൊരു സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾക്ക് ഞാൻ എഗ്ഗാണ് പൊട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു എഗ്ഗ് പൊട്ടിച്ച് കൊടുക്കും. ഞാനിവിടെ 4 എഗ്ഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ എഗ്ഗ് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 എഗ്ഗ് ഇപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിന് ആവശ്യത്തിലുള്ള ഷുഗറാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് മധുരം എനിക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു കട്ടൊന്നുമില്ലാതെ ബീറ്റ് ചെയ്യുക. നമുക്ക് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സിയിലെ ജാറിലിട്ട് അടിക്കരുത്, അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ലൂസാവും. ഇതേപോലെ ഒരു ഫോർക്കോ, ഞാൻ ഇപ്പോൾ ഫോർക്ക് എടുത്തിരിക്കുന്നത്, ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാ നന്നായി ബീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഇനി എനിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമില്ലെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്, പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനൊരു 3/4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പച്ച പാലാണ്. അതെടുത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതെടുത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ഇട്ടാൽ, ഒരുപാട് കൂട്ടരുത്, നുള്ള് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് എടുക്കുക. പാലും എഗ്ഗൊക്കെ കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന് ചെറിയ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കട്ടെ. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, ആ ഷേപ്പൊക്കെ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് വന്ന് കഴിച്ചോളും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഗീ ആണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. ഗീ തന്നെ തേച്ച് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും തേച്ച് കൊടുക്കുക. ഗീ അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവ എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് കൊടുക്കില്ല അതേപോലെ. അപ്പോൾ ഇത് ഏതാ 4 ഇതിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 2 തട്ടിൽ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആവി വരില്ലേ, അതുപോലെ ആവി വരുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ട് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് പോലത്തെ ഒരു പിന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അതുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അതായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ആയിട്ടുണ്ട്. നമുക്ക് തണുപ്പ് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടോടെ എടുക്കരുത്. തണുപ്പ് ആറിയതിന് ശേഷം നമുക്കിത് നമ്മൾ ഇഡ്ഡലി എടുക്കുന്നില്ല സെയിം അതേപോലെ തന്നെ ഇതേപോലെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 തട്ടിൽ സ്വീറ്റ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന നേരത്താണെങ്കിലും പെട്ടെന്നൊക്കെ നമുക്ക് ഇതേപോലെ എഗ്ഗ് വെച്ചിട്ട് വെറൈറ്റി ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്ര നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.